തീരങ്ങളിൽ എന്ന നാടകം നിങ്ങൾക്ക് മുമ്പിൽ അഭിമാനപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഗുഡ് മോർണിംഗ് അപ്പച്ച. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ ഈ പാത്രത്തില്? ഇതിനകത്ത് പാലാ. ഞാൻ ഇന്നലെ ഒരു കൂട്ടം കൊണ്ട് കൊടുത്തായിരുന്നു. കിട്ടിയായിരുന്നോ? ഓ, നീ ആരുടെ കയ്യിലാ കൊടുത്തേ? സണ്ണിച്ചേട്ടന്റെ കയ്യിലാ കൊടുത്തേ. അപ്പച്ചന് തന്നില്ല? ഓ, അവനെന്താ പറഞ്ഞെന്നറിയോ? അവനുണ്ടാക്കിയ പായസമാണെന്നാ. അപ്പച്ചൻ വിചാരിക്കുന്ന മാതിരി ആളത്ര പാവമൊന്നുമല്ല. ഞാൻ എന്തെല്ലാം അപ്പച്ചൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെന്നറിയാവോ? എനിക്കറിയാം, നീ എന്നെ സോപ്പിടുവൊന്നും വേണ്ട. സത്യമായിട്ട് ഞാൻ കൊടുത്തതാ. ഇതിന്റെ ഇടയ്ക്ക് സണ്ണിച്ചേട്ടൻ എന്നോട് പറയുവാ, അച്ഛൻ ചെത്തിവെക്കുന്ന കല്ല് ആരും കാണാതെ എനിക്ക് കൊണ്ട് തരണമെന്ന്. ഞാൻ വിചാരിച്ചു അപ്പച്ചന് വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നേന്ന്. അന്നേരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് സണ്ണിച്ചന് കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇത്ര ചെറുപ്പത്തിലെ കള്ളു കുടിക്കാനൊക്കെ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? മതി മതി, നിന്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പത്രമൊക്കെ ഒന്ന് വായിച്ചോട്ടെ. ഈ പത്രം അരിച്ചു പെറുക്കുന്ന സമയത്ത് ആ TV വെച്ചാൽ എത്രയോ വാർത്തകൾ കാണിക്കും അപ്പച്ച. മോളെ, വായന അറിവാണ്. ആ അറിവ് മനസ്സിന്റെ അകത്തളങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. അതിന്റെ വെളിച്ചമാണ് പ്രപഞ്ചത്തിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം. എന്റെ അപ്പച്ചൻ ഇവിടെ ഇരിക്കേണ്ട ആളൊന്നുമല്ല. ആര് എവിടെ ജനിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രപഞ്ച സൃഷ്ടാവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ അനുസരിക്കലാണ് എന്റെയും നിന്റെയും ഒക്കെ കർത്തവ്യം. എന്റെ പൊന്നേ, അപ്പച്ചനോട് വാദിക്കാനൊന്നും ഞാനില്ല. അതിനുള്ള അറിവൊന്നും എനിക്കില്ല. എന്നാലേ എന്റെ മോൾ ഈ പാലകത്ത് കൊണ്ട് കൊടുക്ക. പിന്നെ വേറൊരു കാര്യം, അവിടെ കിടന്നുള്ള ചുറ്റിക്കളിയൊന്നും വേണ്ട കേട്ടോ. എടാ സണ്ണിക്കുട്ടി, നേരം വെളുത്തിട്ട് എത്ര നേരമായടാ? ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും താടാ. ധൃതി വെക്കാതെ ഇതൊന്ന് തിളച്ചോട്ടെ. ബാക്കിയുള്ളവൻ അടുക്കളയിൽ കിടന്ന് പെടാപ്പാട് വിടുക. ശരി ശരി, നീ പെടാപ്പാട് വിടുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഇപ്പൊ അകത്തോട്ട് കയറി വന്ന കൊച്ചിന്റെ ദേഹത്ത് വേറെ വാടൊന്നും കാണരുത് കേട്ടോ. അവനവന്റെ അനുഭവമായിരിക്കും അല്ലേ ഈ പറയുന്നത്? അപ്പച്ച, എനിക്ക് റെഫറൻസിന് ഒരു ഗൈഡ് വേണം. നീ ആ ഷെൽഫിന്ന് നിനക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാ എടുത്തോ. ഒന്നും വാരി വലിച്ചിട്ടേക്കരുത്. എല്ലാ കാര്യത്തിലും ഇത്ര സൂക്ഷ്മത വേണോ? രക്ഷിതാക്കൾക്ക് സൂക്ഷ്മതയില്ലാത്തതിന്റെ കാരണമാണ് നമ്മളിപ്പോൾ ടിവിയിലും പത്രത്തിലുമൊക്കെ കാണുന്ന ഈ അശുഭ വാർത്തകൾ. എന്ന് വെച്ച് ഞങ്ങളൊക്കെ വെറും ചീത്ത കുട്ടികളാണെന്നാണോ അപ്പച്ചൻ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യം വളരെയേറെ കൂടുതലാണ്. അമ്മയില്ലാത്ത കുട്ടിയാണ് നീ. എനിക്കറിയാം അപ്പച്ച. വായനയിലൂടെ നിരവധി അമ്മമാരുടെ സ്വാന്തനം പല രാത്രികളിലും എന്നെ തഴുകി ഉറക്കിയിട്ടുണ്ട്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്നതാണ് കുട്ടി അറിവ്. അതെന്റെ മോൾക്ക് വേണ്ടുവോളം ഉണ്ടാകാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. മോള് ചെല്ല്. ഏടാ, നീ അവിടെ എന്തോന്നെടുക്കുക? ഇനിയെങ്കിലും ഒരു കപ്പ് കാപ്പി കിട്ടുമോ? നീ ഒന്ന് കുറച്ചു മാറി നിൽക്ക്. ഞാൻ ഈ കാപ്പി ഒന്ന് മുൻഷിക്ക് കൊടുത്തോട്ടെ.
വന്ന് വന്ന് ഇപ്പൊ നീ എന്റെ കേക്കെ വിളിക്കാൻ തുടങ്ങിയല്ലേ? എനിക്ക് ചെവിക്കത്ര കേൾവിക്കുറവൊന്നും ഇല്ലാട്ടോ. എന്റെ പൊന്നെ, സത്യമല്ലേ, ഇതൊരു മുനി ജന്മം തന്നെയാ. അല്ലെങ്കിൽ വല്ല ബോംബെയിലോ ബാംഗ്ലൂരോ ഹൈദരാബാദോ അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് സുഖിച്ചു ജീവിച്ചുകൂടെ? ഈ മലമുട്ടി കിടന്ന് ഇങ്ങനെ നരകിക്കണോ ബാക്കിയുള്ളവനെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്? കഴിവേറി, നീ പറയുന്ന പട്ടണങ്ങളിലൊന്നും മണ്ണിനെ സ്നേഹിക്കുന്നതും മനുഷ്യനെ സ്നേഹിക്കുന്നതുമായ ഒരാള് പോലും കാണില്ല. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാന് നീ കളിയാക്കി വിളിച്ച ഈ മുൻഷിക്ക് കഴിയും. ഗൈഡൊക്കെ കിട്ടിയോ? ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഈ ഗൈഡിന്റെ ഒക്കെ ഗുണം പരീക്ഷ കഴിയുമ്പോ മാർക്കിലും അത് കാണണം കേട്ടോ. പിന്നെ ഇതെല്ലാം ഓർത്ത് വെച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണോ എന്റെ സണ്ണിച്ചേട്ടാ? അങ്ങനെ പറയരുത് കുഞ്ഞെ. ഒന്നാമതായി പാസ്സാകണം. എല്ലാ വിഷയത്തിനും ഒന്നാം റാങ്കോട് കൂടി പാസ്സായി ഈ കനകക്കുന്നിന്റെ അഭിമാനമായി മാറണം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ശ്രമിക്കണം. നിന്റെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ജീവിതത്തിൽ ഇന്നുവരെ ഒരു തുള്ളി കള്ളുപോലും കുടിക്കാത്ത ഒരു ചെത്തുകാരൻ അധ്വാനിച്ച് കിട്ടുന്ന ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാക്കിയിട്ടില്ല. അവന്റെ സമ്പാദ്യം മുഴുവൻ നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ചിലവാക്കിയത്. വിധിയുടെ ക്രൂരമായ വിനോദമാണ് മോള് എന്റെ അച്ഛന് ഇന്നുവരെ നേരിടാൻ കഴിഞ്ഞിട്ടുള്ളത്. രാവിലെ തന്നെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് തുടങ്ങിക്കോളൂ. ഇതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇതിവിടെ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. എന്റെ കൊച്ചെ, നീ ഇദ്ദേഹത്തിന്റെ ഫിലോസഫിയും കേട്ടോണ്ടിരുന്ന നിന്റെ ജന്മം പാഴാവുകയുള്ളൂ. നീ വീട്ടിലോട്ട് ചെല്ല്. അപ്പച്ചാ, ഞാൻ പോയി വരാം. എടാ, വിശന്നിട്ട് മേല നീ എന്തെങ്കിലും കാലാക്കിയിട്ടുണ്ടോ? ഞാൻ അടയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ നടാ? ഗോതമ്പിന്റെയാ. എന്താ പറ്റുമോ? മാറിപ്പോണ നീ. എനക്കൊന്ന് അവന്റെ ഒരു ഗോതമ്പട. എന്റെ നേരെ ചാടി കയറിയിട്ട് ഒരു കാര്യവും ഇല്ല. അമേരിക്കന്ന് മക്കളെ വിളിക്കുമ്പോ ചോദിക്കുന്നതേ ഷുഗർ എത്രയാ, BP എത്രയാ, കൊളസ്ട്രോൾ എത്രയാ. അതെങ്ങനെയാ ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ഈ മുനിയാണുള്ളതെന്ന് അവർക്കറിയത്തില്ലല്ലോ എന്റെ കർത്താവേ. എടാ, ഇനി എന്തായാലും ഞാൻ ജീവിച്ചിരുന്നിടത്തോളം കാലം ഇനി ജീവിക്കില്ല. ഇനി ഇപ്പോ എന്തായാലും വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി തരുമോ നീ? ആ, അങ്ങനെ വഴിക്കുവാ, ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം പോയി ആ അടയൊക്കെ എടുത്തു നിന്ന് അല്പം വിശ്രമിക്ക്. അപ്പോഴേക്ക് ഞാൻ ഈ പേപ്പറൊക്കെ ഒന്ന് വായിച്ച് ഈ പ്രപഞ്ച അസത്യങ്ങളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്യട്ടെ. ഈയിടെയായിട്ട് നിന്റെ സംസാര ഭാഷയിലൊക്കെ സാഹിത്യം കടന്നുകൂടുന്നുണ്ട്. പിന്നെ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ ചൊല്ല്. ചെല്ല് ചെല്ല്. ഞാൻ അപ്പോഴേക്കും ഈ പേപ്പറൊക്കെ ഒന്ന് വായിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇരുന്നാട്ടെ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായയോ കാപ്പിയോ? വരട്ടെ, എനിക്കിപ്പോൾ ഒന്നും എടുക്കേണ്ട. വളരെ സന്തോഷം. അച്ഛൻ ഇതിനു മുമ്പ് ഏതിടവകയിലായിരുന്നു? ഞാൻ നെല്ലിയാടിയിലായിരുന്നു. മക്കളൊക്കെ ഇപ്പോൾ കയറിപ്പോയത് മകൻ. അതെ, മകൻ. എത്ര കുട്ടികളുണ്ട്? 2 ആൺമക്കൾ. മൂത്തവനും ഭാര്യയും അങ്ങ് അമേരിക്കയില്ല. എന്റെ കൊച്ചുമോൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു.
രണ്ടാമത്തവൻ പോലീസിലാ. എപ്പോഴും യാത്രയാ. അവൻ ഇപ്പോൾ ഇവിടെയില്ല. അദ്ദേഹം കല്യാണം കഴിച്ച് കുടുംബമായിട്ടാണോ കഴിയുന്നത്? അവന് ജീവിതത്തിൽ ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചു. പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടിയുമായിട്ട് അവൻ അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് അതൊരു നല്ല നിലയിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിന് അവൻ സമ്മതിച്ചുമുണ്ട്. വല്ലപ്പോഴും ഒന്ന് വരും. 1 or 2 ദിവസം നിന്നാലായി. അമ്മച്ചി അവള് നേരത്തെ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അത് കഴിഞ്ഞേ പിന്നെയാ ഈ പള്ളിക്കാര്യങ്ങളിലൊന്നും ഞാൻ അധികം ഇടപെടാത്തത്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നത് ഏകദേശം 10-65 വർഷത്തോളമായി. ഞങ്ങൾ ഇവിടെ വരുന്ന കാലത്ത് ഇതൊരു വനപ്രദേശമായിരുന്നു. ഇവിടെ വസിക്കുന്ന വനവാസികളായിരുന്നു ഈ ദേശത്തിന്റെ സംരക്ഷകർ. അന്നിവിടെ ഈ കൃഷിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നോ? അത്തരത്തിലുള്ള വലിയ കൃഷികളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് റബ്ബറും തെങ്ങും കാപ്പിയും ഒക്കെ വെച്ച് പിടിപ്പിച്ചത്. കൂട്ടായ അധ്വാനത്തിന്റെ ഫലമാണല്ലേ ഇന്ന് ഈ കാണുന്നതെല്ലാം. അതാണ് സത്യം. ഇന്നീ കാണുന്ന മലനിരകളിൽ ഓരോ മരങ്ങൾക്കും ഇവിടെയുണ്ടായിരുന്ന വനവാസിയുടെയും ഞങ്ങളുടെയും വിയർപ്പിന്റെ മണമുണ്ടാകും. പണ്ട് ഞങ്ങൾ ഇവിടെ വരുന്ന കാലത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെയേറെയായിരുന്നു. പാട്ടകൊട്ടിയും തീയിട്ടും എല്ലാ കാട്ടുമൃഗങ്ങളെയും ഇവിടെ നിന്നകറ്റി. ഇന്നിപ്പോ കാട്ടിൽ ഭക്ഷണമില്ലാതെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എനിക്കിവിടെ വന്നതിന് ശേഷം ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പള്ളിയുടെ രജിസ്റ്ററിൽ കണ്ടതിൽ പല കുടുംബങ്ങളും ഇന്നിവിടെ ഇല്ല. അവരൊക്കെ ഇതുവരെ ആരും ചിന്തിക്കാത്തൊരു വിഷയമാണ് അച്ഛൻ ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഒരു വൈദികൻ, അവൻ നല്ലൊരു ഇടയനായിരിക്കണം എന്നതാണല്ലോ കടമ. തീർച്ചയായും. എങ്കിലേ ഇവിടെ നന്മ നിലനിൽക്കുകയുള്ളൂ. പണ്ടുണ്ടായിരുന്ന വനവാസി പോലും കാടിറങ്ങേണ്ടി വന്നു. കാടും വനവും വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റിയ പൂർവികന്മാരെ മറന്ന് ഇന്നത്തെ തലമുറ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയി. പുതിയ മേച്ചിൽപ്പുറം എന്ന് പറയുന്നത് അശാന്തിയും അക്രമവും അഹങ്കാരവും കുടികൊള്ളുന്ന പിശാചിന്റെ കൂടാരങ്ങളാണെന്ന് തിരിച്ചറിയാൻ ഇനി ഏറെ പാടുപെടേണ്ടി വരും. അധ്വാനിച്ച് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. നമുക്ക് ഈ ജോലിയൊന്നും വേണ്ടേ നമുക്ക്. സണ്ണിച്ച, നീ വിചാരിക്കുന്ന രീതിയിൽ ഇനിയുള്ള കാലം ജീവിക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. നിനക്കറിയാമോ, രാത്രിയുടെ യാമങ്ങളിൽ മദ്യത്തിന്റെ പോതില്ലാതെ എനിക്കൊരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. തികഞ്ഞ ഒരു മദ്യപാനിയാണ് ഞാനിപ്പോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്കിവിടെ താമസിക്കാൻ കഴിയില്ലെന്ന്. എന്റെ അച്ഛൻ ഈ കാര്യം അറിഞ്ഞാൽ വളരെയേറെ വിഷമിക്കും എന്നെനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും ചാച്ചൻ അറിയരുത്. ചേട്ടായുടെ ജീവിതത്തെ കുറിച്ച് ഓർത്താണ് ചാച്ചന് ഏറ്റവും അധികം ദുഃഖം. ചേട്ടായി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ ചാച്ചൻ കണ്ടെത്തി തരും. നമുക്ക് കണ്ടെത്താമേ. അതിലൂടെ ചാച്ചന്റെ വേദന ഒരു പരിധി വരെ ഇല്ലാതാക്കാം. ഞാൻ എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് മാറിക്കോളാം. നീ എന്താ പറഞ്ഞത്? നീ എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളാമെന്നോ? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമോ സണ്ണിച്ച? എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് എനിക്കറിയാം. ആരോരും ഇല്ലാതിരുന്ന എനിക്കും എന്റെ അമ്മയ്ക്കും കേറിക്കിടക്കാൻ ഒരിടവും വയറു നിറയെ ഭക്ഷണവും ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ എന്നെ സ്നേഹിക്കുകയും ചെയ്ത ആ നല്ല മനുഷ്യനെ തനിച്ചാക്കി എനിക്ക് എവിടേക്കും പോകാൻ കഴിയില്ല. അനിയ, നീ എവിടേക്കും പോകണ്ട. നീ എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും നീ എന്റെ സഹോദരനാണ്. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നീയും മിനിക്കുട്ടിയും വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് എനിക്ക് കാണുന്നു സണ്ണിച്ച. കുടിയാവലെന്ന് തന്നെ ഞാൻ അറിഞ്ഞു.
നീ വന്നിട്ടുണ്ടെന്ന്. എന്താ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? ചാച്ച, ഇവനെ ഇവിടുത്തെ വെറും വേലക്കാരനായിട്ടാണ് കാണുന്നത്. ജീവിത അനുഭവങ്ങൾ ഉണ്ടേലേ ഒരു നല്ല മനുഷ്യനാകാൻ പറ്റൂ. അല്ലേല് നിന്നെ പോലെ ആയിപ്പോവും. എന്റെ പൊന്നോ, ഇതുപോലെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കുന്നതാ ഭേദം. ആട്ടെ, നിന്റെ ഔദ്യോഗിക രംഗമൊക്കെ എങ്ങനെ പോകുന്നു? പോലീസ് ഉദ്യോഗം പൂമത്തിയല്ലെന്ന് ചാച്ചൻ അറിയാമല്ലോ. കാലഘട്ടത്തിന്റെ പ്രവണതകൾ പുതിയ പുതിയ കുറ്റവാളികളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ശരിയാണ്. കാലം വളരെയേറെ മാറിപ്പോയിരിക്കുന്നു. തീവ്രവാദങ്ങളും അനാശാസ്യ പ്രവണതകളും കൂടിക്കൂടി വരികയാണ്. അത്തരം കുറ്റകൃത്യങ്ങളെ കണ്ടെത്തുവാൻ ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് കൂടുതൽ പ്രയോജനപ്പെടുന്നു. അത് ശരിയാണ്. പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്ന യുവതലമുറ ഇന്നേറെയാണ്. മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ലഭ്യമാകുന്ന ലൈംഗിക വേഴ്ചകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം പ്രവണതകൾക്ക് കടിഞ്ഞാണിടാൻ ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്കോ ഗവൺമെന്റിനോ യാതൊരു ഉത്തരവാദിത്വവുമില്ല. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കടന്നു ചെല്ലാൻ പറ്റുന്നതിനപ്പുറത്താണ് ചാച്ച ഇതിന്റെയൊക്കെ അടിവേരും. ആസൂത്രിതമായ നീക്കങ്ങളെ വിവേകത്തോടെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നീ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റ്. ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും പാർട്ടികളുടെ നേതാക്കന്മാരുമാണ്. അതാണല്ലോ നമ്മളേറെ കൊട്ടിഘോഷിക്കുന്ന ജനാധിപത്യം. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന നല്ല ജനനായകന്മാരില്ലാത്തതാണ് നമ്മുടെയൊക്കെ ശാപം. ഹലോ, ഓക്കെ, യെസ് സാർ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പ്രതി. ഓക്കെ ഓക്കെ സാർ. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ചാച്ച. പക്ഷെ നമ്മുടെ ജോബി മോന്റെ ബാംഗ്ലൂരിലെ കൂട്ടുകെട്ട് വളരെ മോശമാണ്. അവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പണത്തിന്റെ ഡീറ്റെയിൽസ് ചാച്ചന് അറിയാമോ? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല മോനെ. കഴിഞ്ഞ മാസം അവൻ ഇവിടെ വന്നപ്പോൾ എന്റെ അലമാരയിൽ നിന്നും കുറച്ച് രൂപ കാണാതായിരുന്നു. ഞാൻ ഈ വിവരം ആരോടും പറഞ്ഞിരുന്നു. അവന്റെ സ്വഭാവത്തെപ്പറ്റി അവന്റെ ഡാഡിയെ വിളിച്ച് ഞാൻ അറിയിച്ചിരുന്നു. അവർക്ക് ഇതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ പണത്തിന്റെ പിറകെയല്ലേ? ഈ പണം കൊണ്ട് എല്ലാം നേടാമെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പണം കൊണ്ട് എന്തോ നേടാനാണ് മോനെ? അതൊക്കെ പോട്ടെ, ചാച്ചനോട് ഞാനും കാര്യം ആവശ്യപ്പെട്ടാൽ അത് സാധിച്ചു തരുമോ? എന്താണ്? ഒരുപക്ഷെ ഇനിയും വൈകിയാൽ അത് നടക്കാതെ പോയെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. സണ്ണിച്ചിന്റെ ജീവിതം ഭദ്രമാകാൻ നാം എന്തെങ്കിലും കരുതി വെക്കണം. നീ ഇപ്പോൾ സൂചിപ്പിച്ചത് ഞാൻ എന്നെ ചെയ്യാൻ തയ്യാറാണ്. ഇനി ഇപ്പോൾ ഒട്ടും അമാന്തിക്കണ്ട. എനിക്കും ഏറ്റവും സന്തോഷമായി മോനെ. നീ ആ ഫോണെടുത്ത് ജോബിയെ ഒന്ന് വിളിച്ചു നോക്ക്. അവനിപ്പോ എവിടെയാ ഉള്ളതെന്നറിയാലോ. വേണ്ട ചാച്ച, ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. അത്രയേറെ പ്രശ്നങ്ങളുണ്ടോ മോനെ? ബാംഗ്ലൂരിൽ ഇന്നലെ നടന്ന ഒരു കൊലപാതകവുമായി ജോബിക്ക് ബന്ധമുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഒരുപക്ഷെ ജോബി നാളെ ഇവിടെ എത്തും. സഹൃദയരെ, അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെയും പങ്കെടുത്തവരെയും പരിചയപ്പെടുത്തുന്നു. മുൻഷി ബാബു പനവിള, മിനിക്കുട്ടി എമിൽ കാരിക്കുളത്തിൽ, സണ്ണിക്കുട്ടി ജിതിൻ കുമുളിൽ, ഫാദർ ശരത് സന്തോഷ്, ഡെന്നീസ് ബിൻഡോ തോമസ്, ജോബി ജിവിൻ സേവിയർ തെക്കന്തലയിൽ, സഹൃദയൻ സജി പനവിള, വാസുവിന്റെ മകൻ അജിൻ ജിജി, റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ഓഡിഗേറ്റ് കരുവഞ്ചാൽ, രംഗപടം
അജേഷ് രേഖ. ശബ്ദവും വെളിച്ചവും സന്തോഷ് ലൈറ്റ് ആൻഡ് സൗണ്ട് ആലക്കോട്. രചന സംവിധാനം രവീന്ദ്രൻ പട്ടേരി. ഓ മൈ ഡിയർ ഗ്രാൻഡ്ഫ, പതിവ് കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ലല്ലേ? മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ശീലിച്ചിട്ടില്ലല്ലോ കുഞ്ഞെ. എന്തൊരു കോലമാണ് അതിൻ്റെത്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ അതൊന്നും പറയണ്ട എന്റെ ഗ്രാൻഡ്ഫ. കേരളത്തിലെ യാത്ര വളരെ ട്രാജഡിയാണ്. കൺട്രി ഫെലോസ്. നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഇറ്റ്സ് ബെറ്റർ. ഓ ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ആ ഹലോ. യാ ഐ ആം സേഫ്. ഓക്കെ ഹേ നോ പ്രോബ്ലം. ഓക്കെ ഐ വിൽ ബ്രിങ് ദ മണി. ഓക്കെ. ഇന്നലെ അങ്കിൾ എപ്പോഴാണ് ഇവിടെ വന്നത്? അവൻ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് വന്നത്. ഗ്രാൻഫിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മനസ്സിലായില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. മോനെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. പിന്നെ എങ്ങനാവണം ഞാൻ? നിന്റെ ഈ പ്രകൃതം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എന്തിനാണ് ഗ്രാൻഫ ഇത്രയും വലിയ ഉത്കണ്ഠ? നിനക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവാത്സല്യം, പരിലാളനം, സുരക്ഷിതത്വം ഇവയൊക്കെ പകർന്നു തരാൻ നിന്റെ മാതാപിതാക്കളെ പോലെ എനിക്കാവില്ല കുട്ടി. മാതാപിതാക്കൾ എനിക്ക് കേൾക്കണ്ട. ആ ഓർമ്മ പോലും എന്നെ അസ്വസ്ഥനാക്കുന്നു. 4 കാശിനു വേണ്ടി താൻ നൊന്ത് പ്രസവിച്ച പൊന്നോമന മകനെ വലിച്ചെറിഞ്ഞ് സ്വന്തം സുഖം തേടിപ്പോയ സ്ത്രീ അമ്മ. മോനെ, പണത്തിനേക്കാൾ വലുത് മറ്റൊന്നിലെന്ന് വിശ്വസിച്ച് എന്നെ ഉപേക്ഷിച്ചു പോയ പുരുഷൻ ഡാഡി. അങ്ങനെയൊന്നും നിരാശപ്പെടരുത് മോനെ. അവർ നിന്റെ മാതാപിതാക്കളാണ്. നിനക്കു വേണ്ടി നാടും വീടും വിട്ട് അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നു. ഓ പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ ജീവിക്കാൻ വേറെ സാഹചര്യങ്ങളില്ലാതെ അവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നെന്നും. നിനക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പോയത്. മെച്ചപ്പെട്ട ജീവിതം പോലും നാട്ടിൽ ജീവിക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം സുഖം തേടി അമേരിക്കയിലേക്ക് പോയ ഡാഡിയും മമ്മിയും. നിനക്കിവിടെ എന്തിനാണ് ഒരു കുറവുണ്ടായിട്ടുള്ളത്? നിനക്ക് പഠിക്കാൻ വേണ്ടതിലേറെ പണം നിന്റെ അക്കൗണ്ടിൽ അവർ ഇട്ടു തരുന്നില്ലേ? യെസ് പണം പണം അതിനെയാണ് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പണത്തേക്കാൾ എത്രയോ വലുതാണ് മകനെ രക്തബന്ധങ്ങൾ. നോ, രക്തബന്ധം എന്നൊന്നില്ല. മനുഷ്യന്റെ രക്തം പരിമിതമായ ഗ്രൂപ്പുകൾ ഒതുങ്ങുന്നു. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യനോ കോടാനുകോടി. അവരെയൊക്കെ നിയന്ത്രിക്കുന്നതോ പണം. പ്രപഞ്ച സത്യങ്ങളെ തിരസ്കരിക്കുന്നതാണ് കുഞ്ഞെ നിന്റെ ഈ ചിന്തകൾ. പ്രപഞ്ച സത്യങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിൽ സത്യമെന്നൊന്നില്ല. എന്റെ ഡാഡി ആരാണെന്ന് പറയുന്നത് എന്റെ മമ്മിയാണ്. ആ മമ്മിയെ ഞാൻ വിശ്വസിക്കണം. നെവർ. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. നഗരങ്ങളിലെ നാഗരിക സംസ്കാരം നിന്നെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു കുട്ടി. ഓക്കെ ഇനി ഞാൻ ആരാവണം, എന്താവണം എന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളും. രാവിലെ തന്നെ രണ്ടുപേരും കാര്യമായ ചർച്ചയിലാണല്ലോ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വേഗം ചെയ്താ ഞാൻ കൊണ്ടുവെക്കാം. നോ താങ്ക്സ്. കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്?
ഇവിടെ ഇപ്പൊ എന്താ കിട്ടുക? ഫ്രൈഡ് റൈസും പാനിപ്പൂരിയും കിട്ടുമോ? അച്ഛൻ എന്ത് പറ്റി കുഞ്ഞ്? അച്ഛൻ തെങ്ങിന് വിളയാച്ച ആരൊക്കെ കൂടി സുരേഷ് ഡോക്ടറിന്റെ അടുത്തെത്തിച്ച് അവിടുന്ന് പരിഹാരത്തേക്ക് കൊണ്ടുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചാച്ച. മോനെ ഒരു നിമിഷം നിൽക്കൂ, ഞാനിപ്പോ. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. ഞാനും വരാം. ആരാ കൂടെ പോയത്? ആരാ വന്ന് പറഞ്ഞത്? പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. എങ്ങനെയാ സംഭവിച്ചത്? ആരൊക്കെ കൂടെ പോയെന്ന് അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. സണ്ണിക്കുട്ടി, നീയും കൂടെ ചെല്ല്. എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കണം. എന്റെ കർത്താവ്, എന്തൊരു വിധിയാണിത്. ഇത്രയൊക്കെ അനുഭവിക്കാൻ എന്റെ കൂട്ടുകാരൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ കർത്താവ്, അവനൊന്നും സംഭവിക്കരുത്. നമസ്കാരം. നമസ്കാരം. അതെ, അല്ല ആരാ മനസ്സിലായില്ലല്ലോ. അതിനിത്ര മനസ്സിലാക്കാനൊന്നുമില്ലെന്നേ. എന്റെ പേര് സഹൃദയൻ. അല്ല, ഇത് മാതാപിതാക്കൾ ഇട്ട പേര് തന്നെയാണോ? അല്ല, ഇത് ഞാൻ സ്വയം സ്വീകരിച്ച എന്റെ തൂലികാനാമം. അപ്പോൾ എഴുത്തുകാരനായിരിക്കും എന്നും പറയാം. ഇന്നത്തെ ഈ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഞങ്ങൾ സാഹിത്യകാരന്മാരുടെ സംഭാവന ചെറുതല്ല. 90-92 കാലഘട്ടത്തിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പുളകിത്തരാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ് എന്റെ നോവലുകൾ. മംഗളം, മനോരമ, കുങ്കുമം, കൺമണി, മുത്ത്, മുത്തുച്ചിറ്റി എന്നീ വാരികളിലൊക്കെ സഹൃദയന്റെ തൂലികയുടെ മുഖത്വം എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. സാറിനറിയുമോ, ഞാൻ കൺമണി വാരികയിൽ ജിജു കൂത്തുകണ്ടം എന്ന തൂലികാനാമത്തിലെഴുതിയ പാലക്കയം തട്ടില സോള എന്ന ഇക്കിളിപ്പെടുത്തുന്ന നോവൽ സാർ വായിച്ചിട്ടുണ്ടോ? ഇത്തരം മാസികകളൊന്നും ഞാൻ വായിക്കാറില്ല. നിങ്ങൾ വന്നത് എന്തിനാണെന്ന് പറയൂ. കോൾഡ് ഓൺ മിസ്റ്റർ ഓൾഡ്മാൻ. ഈ ആധുനിക യുഗത്തിലുമുണ്ട് ഞങ്ങളുടെ സംഭാവനകൾ. മനുഷ്യഹൃദയങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന ചിന്തന സമരം. യുവതീവാക്കളെ ആനന്ദത്തിന്റെ നിർവൃതിയെത്തിക്കാൻ മെമ്മറി മജിസം ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു മാജിക്കും ഇവിടെ വേണ്ട. താങ്കൾക്ക് പോകാം. യെസ്, താങ്കളൊന്ന് ജോബിയെ വിളിക്കും. ഹലോ. യെസ്, ഓക്കെ, ഞാനിവിടെ പറഞ്ഞ സ്ഥലത്തെത്തി. ഓക്കെ ഓക്കെ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? നോ. ഇവിടെ പറഞ്ഞ സാധനം ഇവിടെ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, വെൽക്കം. ബൈ. ജോബി, നീ അകത്തേക്ക് പോകൂ. നീ എന്തിനാണ് ഇവിടെ വന്നത്? അതെ, അല്പം സാമ്പത്തിക ഇടപാടുമായി വന്നതാണ്. എന്ത് കച്ചവടത്തിലാണ് നിങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്? അതെ, നമ്മുടെ ഒരു പഴയ കക്ഷിയാ യൂബിയുടെ ഫ്ലാറ്റിന്റെ ഉടമ. അതിന്റെ പേയ്മെന്റ് വാങ്ങാമെന്ന് കരുതി വന്നതാ. സാറ് വിചാരിക്കുന്നത് മാതിരി പഴയ ഇടപാടൊന്നും എനിക്കില്ല. അതെല്ലാം ഈ ന്യൂ ജനറേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ശരി, ആര് കൈകാര്യം ചെയ്താലും കൊള്ളാം. ഞാനത് കണ്ടുപിടിച്ചു കൊള്ളാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി, നീ ഇപ്പൊ പോ. നമുക്കിനിയും കാണേണ്ടി വരും. ജോബി, എന്താണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയ ആളുമായിട്ട് നിനക്കെന്താ ബന്ധം? അത് ബാംഗ്ലൂരിലെ എന്റെ ഫ്ലാറ്റിലെ സ്ഥിര സന്ദർശകനാണ്. അവന്റെ ജോലി എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല, അതറിയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഇവന്റെയൊക്കെ കൂടിയുള്ള ചങ്ങാത്തം എന്തൊരു നാശമാണിത്. എവിടെ ചെന്നാലും ഒരു സമാധാനവുമില്ല.
എന്നെ ഇത്രയും ക്ലോസ് ചെയ്യാൻ നിങ്ങൾ എന്റെ ഡാഡിയൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കും. മോനെ, നിൽക്കവിടെ. നീ എങ്ങോട്ടാ പോകുന്നത്? ചാച്ച, അവനെ തടയണ്ട. മോനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് സംഭവിച്ചത്? എന്തായാലും നീ എന്നോട് തുറന്നു പറയും. ചാച്ചൻ തളരരുത്. നമ്മുടെ ജോബി ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ്. ബാംഗ്ലൂരിൽ അവന്റെ ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. ഇവരടക്കം 4 പേർ അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പച്ച, അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ആകെ പേടിയാവുന്നു. മോള് പേടിക്കണ്ട. അവര് 2 പേരും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഒന്നും സംഭവിക്കില്ല. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്കിനി ആരുമില്ല. എന്റെ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജീവിതത്തിൽ വിധിയോട് പൊരുതി ജയിച്ചവനാണ് നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ മക്കൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അങ്കിൾ ഇവിടെ ഇല്ലേ അപ്പച്ച? അവൻ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതാ. ജോബി വന്നിട്ട് എങ്ങോട്ടാ പോയേ? അവന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയതാ. അവനിവിടെ ആരാ കൂട്ടുകാരുള്ളത്? അതൊന്നും എനിക്കറിയില്ല മോളെ. അവനിപ്പോ ചീത്ത കൂട്ടുകെട്ടിലാണുള്ളത്. ചീത്ത കൂട്ടുകെട്ടോ? അതെ, ഞാൻ എന്താ പറയുക. മാതാപിതാക്കൾ കുട്ടികളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതിന്റെ കുറവാണ് ഈ കാണുന്നത്. അവന്റെ അപ്പനും അമ്മയും പണമുണ്ടാക്കുന്നതിന്റെ തിരക്കില. ആ പണം കൊണ്ട് അവന്റെ ജീവിതം തുലച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ മോളെ. അപ്പച്ചന് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. വിശപ്പൊന്നുമില്ല. നമസ്കാരം സാർ. നീ എന്തിനായി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ കൊച്ചുമോനുമായിട്ട് നിനക്ക് എന്താ ഇത്ര ബന്ധം? സുഹൃത്ത് ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അവന്റെ ഫ്ലാറ്റിൽ എന്താണ് സംഭവിച്ചത്? ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത്? അപ്പോൾ താങ്കളെല്ലാം അറിഞ്ഞിരിക്കുന്നുവല്ലേ? താങ്കളുടെ കൊച്ചുമോൻ ഒരു കൊലപാതകയാണ്. അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ എനിക്ക് കഴിയും. എനിക്ക് മാത്രമേ അതിന് കഴിയൂ. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. എങ്കിൽ നീ ഞങ്ങളെ രക്ഷിക്കണം. യെസ്. പകരം നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ഞാൻ പറയുന്ന ഒരാളുടെ പേരിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. വെറുതെ വേണ്ട, മാന്യമായ പ്രതിഫലവും തരും. ഇതിനു മുമ്പും പല ആളുകളും നിങ്ങളെ സമീപിച്ചിരുന്നില്ലേ? അന്നൊന്നും നിങ്ങൾ തയ്യാറല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു വഴിയുമില്ല. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നെ വിശ്വസിച്ചേ മതിയാകൂ. അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. നാളെ പേപ്പേഴ്സ് റെഡിയാക്കി ഞാൻ വരും. താങ്കളത് ഒപ്പിട്ട് തരണം. ഓക്കെ? എനിക്ക് എത്രയും വേഗം പണം വേണം. എനിക്ക് നാട് വേണം. എനിക്ക് മടുത്തു ഈ നശിച്ച നാട്. അതിനെനിക്ക് പണം വേണം. മോനെ, നീ എന്താ ഈ പറയുന്നത്? എന്താ മനസ്സിലായില്ലേ? എനിക്ക് പണം വേണമെന്ന്. നീ ശാന്തമായിട്ട് എന്താ സംഭവിച്ചതെന്ന് സത്യം പറ. നിന്റെ ഫ്ലാറ്റിൽ എന്താണ് സംഭവിച്ചത്? എന്റെ ഫ്ലാറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങളും നിങ്ങളുടെ മകനും അറിയേണ്ട കാര്യമില്ല. എനിക്ക് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും തകർക്കും.
പോകാം. അല്ലെങ്കിൽ സുഖിച്ച് ജീവിക്കണം. വാ വാ എന്റെ കൂടെ. ഇല്ല, ഞാനില്ല. എനിക്ക് പേടിയാവുന്നു അപ്പച്ച. ഞാനില്ല. അവളെ വീടാനാ പറഞ്ഞത്. ഓടിപ്പോകരുത്, കൊന്നുകളഞ്ഞ. എനിക്ക് പണം വേണം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കൊണ്ടുപോകും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്കതിന് കഴിയില്ല. മാറിക്ക്. നിങ്ങളെ കൊല്ലാനും എനിക്ക് മടിയില്ല. നിന്നെ ഞാൻ ഇല്ല, നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സകലതും ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. ഹലോ, ഡെന്നി സ്പീക്കിംഗ്. എത്ര പെട്ടെന്ന് ഇവിടെ എത്തും? ഞാനിവിടെയുണ്ട്. ഓക്കെ. നാളെയുടെ സ്വപ്നം ഒരു ചീട്ടുകൊട്ടാരം പോലെ പടുത്തുയർത്തുന്ന മനുഷ്യൻ. അശാന്തിയുടെ തീരത്തെ ബലിക്കല്ലിൽ തലതല്ലി തകർന്ന് മരിക്കാൻ കൊതിക്കുന്ന മക്കളുടെ അട്ടഹാസം ഇനിയൊരു അമ്മയുടെ കാതിൽ മുഴങ്ങാതിരിക്കട്ടെ. പ്രിയരെ, നിങ്ങൾക്കേവർക്കും കനകക്കുന്ന് കലാ സാംസ്കാരിക വേദിയുടെ ശുഭരാത്രി.